നമസ്കാരം രാഹുൽ ചേട്ടാ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അടിപൊളി സൗണ്ട് ആണ്. ശരി, അപ്പൊ മിമിക്രി ആണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. ആരുടെയൊക്കെ വോയിസുകളാണ് എടുക്കുന്നത്? നമ്മുടെ മൺമറഞ്ഞു പോയ കുറച്ച് താരങ്ങളുണ്ട്. നമ്മുടെ ബ്ലാക്ക് ക്യാബിൻ സിനിമയിൽ അഭിനയിച്ച GK പിള്ള സാറ്, നമ്മുടെ ഗോവിന്ദൻകുട്ടി സാറ്, പിന്നെ മുത്തയ്യ സാറ്, പിന്നെ നമ്മുടെ കോട്ടയം അച്ചമുനി സാറ്. അതിനുശേഷം പിന്നെ രണ്ട് സ്റ്റാറും കൂടെ വേറെ നമ്മുടെ പുതിയ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പഴയ സ്റ്റാറിനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പഴയ ആക്ച്വലി കുറെ ലോങ് ബാക്ക് അല്ലേ? മാത്രമല്ല ഇപ്പൊ ഇത് ഈ പേര് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായെന്നും വരില്ല. അപ്പൊ അവർക്ക് പരിചയപ്പെടുത്താനും കൂട്ടത്തില് GK പിള്ള സാറ് മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്ന അറിയുന്നത് നമ്മൾ മറ്റേ പ്രൊഫസർ ജയന്തി എന്ന് പറഞ്ഞ സീരിയലിലൊരു കഥാപാത്രം ചെയ്തായിരുന്നു. എനിക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യസ്ഥലുണ്ടായിരുന്നു. യെസ്. അപ്പൊ എന്തായാലും രാഹുൽ ചേട്ടാ 1 by 1 ആയിട്ട് നമുക്ക് കേൾക്കാം. ആരുടെ വോയിസ് ആണ് ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോ ചെയ്യുന്ന GK പിള്ള സാറിന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. GK പിള്ള സാറിന്റെ വോയിസ് ആണ്. ശരി, നമുക്കത് കേൾക്കാം. ഇത് രാത്രി 12 മണിക്ക് കടപ്പുറത്ത് 2 അറബികൾ വരും. വൈരങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത്. നമ്മുടെ സംഘത്തിൽപ്പെട്ടവരാരെങ്കിലും എന്തെങ്കിലും അനർത്ഥം കാണിച്ചാൽ ഇതായിരിക്കും നിന്റെയൊക്കെ അനുഭവം. എന്തെങ്കിലും ഒരു ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? രാജേട്ടാ, ഞാൻ നിർമ്മിച്ച 2000 ഒരു സീരിയലിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വളരെ ഇതുപോലെ ചതുര വട്ടിവിലാണ് സംസാരിക്കുന്നത്. നല്ല ഭയങ്കര ബേസ് വോയിസ് ആണ്. പിന്നെ ഇദ്ദേഹം എക്സ് മിലിറ്ററി ആണ് ആള്. മിലിറ്ററിക്കാരനായിരുന്നിട്ടും അദ്ദേഹം ഒരു പുകവലിക്കുകയോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒന്നും ഇല്ലായിരുന്നു. ചെറിയ കഴിഞ്ഞ നസീർ സാറിന്റെ ഒക്കെ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പൊ ആ കാലത്ത് എല്ലാ പടങ്ങൾ എടുത്താലും വില്ലൻ ഇതാണ്. കൊട്ടാര ശ്രീധരൻ മുമ്പ് എല്ലാ പടങ്ങളിലും വില്ലൻ വരുന്നത് പുള്ളിയാണ്. കാര്യം നല്ല സൈസ് ഉണ്ട്. അപ്പൊ ഇപ്പം മരിച്ചിട്ട് 2 വർഷമൊക്കെ ആവത്തുള്ള സംഭവം. പക്ഷെ ഒരു എന്താ പറയാ, ഒരു ജെന്റിൽമാൻ ആക്ടറായിരുന്നു. അങ്ങനത്തെ ഒരാളാണ്. മോഡുലേഷൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിയുടെയൊക്കെ ഡയലോഗ് ഒരു തിയേറ്ററിൽ അന്നത്തെ കാലത്ത് അറ്റ്മോസ് ഇല്ല, ഡീറ്റെയിൽസ് അതൊന്നുമില്ല. പക്ഷെ B ക്ലാസ്സിൽ ഓല തിയേറ്ററിൽ കാണിച്ചാലും ഇദ്ദേഹത്തിന്റെ ഡയലോഗ് എല്ലാവർക്കും മനസ്സിലാവും. അത്ര ക്ലാരിറ്റിയാണ്. നമുക്ക് ഇനി അടുത്ത ആരുടെ വോയിസ് കേൾക്കാം? നമ്മുടെ പഴയ ഗോവിന്ദൻകുട്ടി സാറിന്റെ വോയിസ്. ഗോവിന്ദൻകുട്ടി സാർ. ഓക്കെ. എടി പെണ്ണേ, ഇന്ന് രാത്രിയില് എന്റെ കൂടെ കിടക്കാമെങ്കിൽ ഈ കാണുന്ന സ്വത്തും സമ്പാദ്യവും ഒക്കെ നിനക്കുള്ളതാ. നീ എന്നെ അടിച്ചപ്പോരാരും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല പെണ്ണേ. നീ എന്റെ കരവലയത്തിൽ കിടന്ന് പെടയും പെണ്ണേ. വാടി ഇങ്ങോട്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു സിനിമയില് താരാട്ടിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഉദയയിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യകാല പടങ്ങളിലെല്ലാം ഉണ്ട്. ഈ ശാരംഗപാണി എഴുതുന്നതിന് മുമ്പ് വടക്കം പാട്ടുകൾ എഴുതാനും സംഭാഷണം എഴുതാനൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് മിമിക്രി അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും നസീർ സാറ് KP ഉമറിൽ ഒന്നും ഇതാണ്. അപ്പൊ പുള്ളിക്ക് ഒരു ആക്ഷനൊക്കെ ഉണ്ട്. പക്കട്ടെ ഈ 12-3 അവനെ അങ്ങ് കാച്ചിക്കളയട്ടെ എന്ന് പറയും. ഇങ്ങനെയാണ് പുള്ളിയുടെ ഡയലോഗിന്റെ ഒരു റെൻഡറിംഗ് രീതി. നമുക്ക് അടുത്ത വോയിസ് കേൾക്കാം. അടുത്ത നമ്മുടെ അച്ചമുനി സാറ്. എന്റെ പൊന്നു സാറേ, ഞാൻ കുഞ്ഞച്ചനാ കോട്ടയത്ത്. ഞങ്ങളിവിടെ വാറ്റുന്നുണ്ട് സാറേ. ഈ വാറ്റല്ലേ ഏമാമാർ വന്ന് കുടിക്കുന്നുമുണ്ട്. ഈ ബലാത്സംഗം എന്ന് പറഞ്ഞ സാർ എന്നെ കുറെ കിടന്നാൽ ഞാൻ എന്താ ചെയ്യും? ഞാൻ ആ കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ബലാത്സംഗം എന്ന് പേര് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. നമ്മളിത് വാക്കുണ്ടോ സാറേ മലയാളത്തിൽ? എന്നെ ഞാൻ പൊക്കോട്ടെ സാറേ, എനിക്ക് വാറ്റാൻ സമയമായി. ഇത് ഇദ്ദേഹമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്റെ സിനിമ അമ്പിളിയമ്മാവൻ. അതിനകത്ത് കടത്തുകാരനായിട്ടായിരുന്നു അച്ചൻകുഞ്ഞ് സാർ ചെയ്തത്. അന്ന് പരിചയപ്പെടാനും, അന്ന് കുട്ടിയാ ഞാൻ, എനിക്ക് അത്ര ഓർമ്മയില്ല. എന്നാൽ പോലും ശബ്ദം ഇപ്പൊ ഈ പറഞ്ഞില്ല, ഇത് കേട്ടപ്പോ ഇറ്റോ ആ സൗണ്ട് തന്നെ അതേപോലെ. വേറെ കാര്യങ്ങൾ പറയാം. അതായത് ലോറി എന്ന് പടം എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് ഒരാളിനെ വേണം. അങ്ങനെ ഭരതേട്ടൻ ഒരു കത്തും കൊടുത്ത് പത്മരാജൻ ചേട്ടൻ അയക്കുകയാണ്. ഈ വരുന്ന ആളിനെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഭരതേട്ടൻ കിട്ടും, ആരാ? കോട്ടയത്തു നിന്ന് വരിക. ഭരതേട്ടൻ പറഞ്ഞു, ഈ ക്യാരക്ടർ നിങ്ങൾ തന്നെ കൺഫേം. വേറെ ഒന്നും ചോദിച്ചില്ല, കോട്ടയത്തു നിന്ന് വരിക. ഞങ്ങളൊന്നും അഭിനയിച്ചിട്ടുണ്ട്. വളരെ സാധു മനുഷ്യനായിരുന്നു. ശരി, ഓക്കെ. നമുക്കിനി അടുത്ത വോയിസ് കേൾക്കാം. അടുത്ത നമ്മുടെ മുത്തയ്യ സാറ്. സാറ് മുതലാളിയോട് മോളെ കെട്ടിച്ചിരുന്ന ചോദിക്കുന്നത്. മുതലാളി, എന്റെ മോള് പാവ മുതലാളി. മുതലാളി അവളെ കെട്ടണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യും മുതലാളി. എനിക്ക് 2 അറ്റാക്ക് കഴിക്കാൻ മുതലാളി. അവളൊരു പാവം പെണ്ണ മുതലാളി. അവളെ കെട്ടിട മുതലാളി. ഇപ്പൊ നിങ്ങൾ അവതരിപ്പിച്ച ഡയലോഗ് ഒരു പെണ്ണിന്റെ കഥ എന്നുള്ളതിൽ സത്യം മാസ്റ്റർ മോത്തു കെട്ടി പുള്ളി പറയുന്നതാണ്. തീരെ അദ്ദേഹം പഴപ്പിച്ചു. അപ്പം പറയുന്നതാണ് ഇങ്ങനെ എന്റെ മോളകട അല്ലേ. നല്ല സിനിമയാണ്, നല്ല ആക്ടറാണ്. ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. നമ്മള് ഈ കാലഘട്ടം ആയി പോയതുകൊണ്ടുണ്ടല്ലോ, പഴയ ഒരുപാട് ആൾക്കാരെ അവരുടെ അഭിനയം കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ഈ കൂട്ടത്തിൽ ഒരാളെ കൂടെ മാത്രം കാര്യസ്ഥനില് അല്ലേ സാറുമായിട്ട്
ഇനി എന്തെങ്കിലും കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടോ നമുക്ക്? ഞാൻ 2 വോയിസ് കൂടെ ചെയ്യാം. അത് ആരുടെ വോയിസ് ആണ്? തെറി എന്ന സിനിമയിൽ വിജയും മൊട്ട രാജേന്ദ്രൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അതൊരു ബ്രിഡ്ജിൽ വെച്ചുള്ള ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വന്നത് അതാ അപ്പൊ ന്യൂജനും ഉണ്ട്. അപ്പൊ നമുക്കും ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. പൊളിക്കാം. தெரியாது சார், இந்த மீடியா இருக்கலாம், இல்ல பப்ளிக்கா இருக்கலாம், இல்ல அவங்க அண்ணியா இருக்கலாம். அப்போ ஒரு அண்ணன் இருந்தா இருக்கான். அவன் அண்ணன் பேரு IPS விஜயகுமார். டே ராஜேந்திரன், என்ன சார் சொல்லல, இவன் எங்களுக்கு இந்த மாதிரி ஒரு வாய்ப்பு கிடைச்சா நீங்க என்ன பண்ணுங்க சார்? அவனை பிடிச்சு அவனை வெட்டி போட்டு நட்டு கொண்டவா அதை பிடிச்சு போக்குவேன். கொஞ்சம் அங்கே எத்தி பாருங்க. என்ன சார் சொல்லு? அந்த பிரிட்ஜுக்கு கீழே சும்மா பாருங்களேன் சார். அவனை நீங்க கொண்டுட்டியா? இந்த மாதிரி உள்ளவர்களுக்கு இதுதான் தண்டனை. ഓക്കെ, വാ. സൂപ്പർ ആയിരുന്നു. യെസ്, ഓവർ ടു യു മാസ്റ്റേഴ്സ്. ഈ ഒരു ഓവറോൾ പെർഫോമൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പക്രു ചേട്ടാ. ഗംഭീര. രാഹുലൻ എനിക്കറിയാം, കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെജൻസിനെ കൊണ്ടുവന്ന് ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിന് പ്രത്യേക അഭിനന്ദനം. താങ്ക് യു രാജേട്ടാ. നന്നായിട്ട് അവതരിപ്പിച്ചു. അതായത് എല്ലാ ജനറേഷനിലുള്ളവരെ, ഉദാഹരണം അന്നത്തെ നസീർ സാറൊക്കെ വന്ന കാലത്ത് നസീർ സാറിനെ ഹെൽപ്പ് ചെയ്ത് പുറകെ നിന്ന ഒരു ആക്ടറും കൂടെയാണ് മുത്തയ്യ സാർ. അങ്ങനെ എല്ലാവരും സിനിമയും പറയുന്നത്. ഇദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടാണ് 3 പേരും ചെയ്തത്. അവരെ കണ്ട് പഠിച്ച് ഇതിവിടെ ചെയ്യാൻ തോന്നിയൊരു മനസ്സ് വലുതാണ് ലെജൻസിൻ്റെ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെങ്കിൽ വിജയ് വളരെ കറക്റ്റാണ്, പെർഫെക്റ്റ് മാച്ചിങ്ങാണ്. നന്നായിരുന്നു കേട്ടോ, വെരി ഗുഡ്. താങ്ക് യു സാർ. ഓക്കെ, തെസ്നിത. അടിപൊളിയായിരുന്നു. എന്തായാലും പഴയ ആൾക്കാരെ, നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് അത് കാണിക്കാന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂജനും കൂടിയും അതൊരു വലിയ കാര്യമാവും. സത്യമാഷൊക്കെ ആണെങ്കിലും മൊത്തം ഒരു വല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് തന്നെ സങ്കടം വരും ജയനെയും സത്യമാഷിനൊക്കെ കാണിക്കുമ്പോൾ. അപ്പം അതൊക്കെ തിരുത്തി ഇതേപോലെ നല്ല ഒരു പ്രോഗ്രാമായിട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഇപ്പം ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർക്ക് റെസ്പെക്റ്റ് കൂടുകയും ചെയ്യും. പുതിയ ആൾക്കാർക്ക് അവരെക്കുറിച്ച് കുറച്ചും കൂടി അറിയാനും സാധിക്കും. താങ്ക് യു സോ മച്ച് മാസ്റ്റേഴ്സ്. എങ്ങനെയാണ് അപ്പൊ നമുക്ക് നക്ഷത്രങ്ങൾ കൊടുക്കണ്ടേ? സ്റ്റാർസ് എത്ര സ്റ്റാർസ് ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. പറയട്ടെ. യെസ്, തെസ്നിത പറഞ്ഞോളൂ. 4 സ്റ്റാർ. 4 സ്റ്റാർസ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും ഇനി നമ്മുടെ രാഹുൽ ചേട്ടൻ അറിയപ്പെടാൻ പോകുന്നത്. യെസ്, അപ്പൊ തെസ്നിത 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ 4 സ്റ്റാർസ് തെസ്നിത തന്നെ നൽകേണ്ടതാണ്. പ്ലീസ് ജോയിൻ us. അപ്പം രാഹുൽ ചേട്ടാ, ഇനി പോലെ രാഹുൽ ചേട്ടൻ അറിയപ്പെടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ്. കൺഗ്രാറ്റുലേഷൻ. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം.